Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. ഹലോ Good afternoon. കേക്കുന്നില്ല? Good afternoon, ma'am. Good afternoon. കേൾക്കുന്നില്ലേ? ഓ കേക്കുന്നുണ്ട് മിസ്സേ. ഞാൻ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വിളിച്ചതാ. പറഞ്ഞോളൂ, എന്താണ്? എന്റെ മാരേജ് ഫിക്സ് ചെയ്ത്. ആണോ? കൺഗ്രാറ്റ്സ്. താങ്ക് യു മിസ്. എന്താണ്? മാർച്ച് 18 കല്യാണോ? മാർച്ച് 18. ഓക്കെ. സെയിം ടു യു. ഓക്കെ. എവിടെയാടാ? മേത്തോട്ടായം. ഓക്കെ. ഓക്കെ, കൺഗ്രാറ്റ്സ് കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ? എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല. ജനുവരി 12 ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ. കീർത്തി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? Good afternoon, Disha. എല്ലാവരും ഇവിടെ പോയി? കുറച്ച് പേരുള്ളല്ലോ ഇന്ന്.
Good afternoon. Good afternoon to all. Okay. Prayer ആരാണ് ഇന്ന്? Prayer song. ഞാനാണ് മിസ്. ഞാൻ പാടാം മിസ്സേ. ആരാണ്? ഞാൻ പാടാം. ആതിര. എന്റെ മോള് നഴ്സറിയില് പാടുന്ന പാട്ടാണേ. പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. പുണ്യവീതികളിലൂടെ നാം യാത്രയൊന്നു ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെൻ ധനം, ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെൻ ബലം. താങ്ക് യു. Okay. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കണോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു മിസ്സേ. മിസ്സിന് എന്നാ എന്നൊരു ക്ഷീണം? പാടില്ല, പനിയൊക്കെ ആയിരുന്നു, അതാണ്. മാറിക്കോളും, സാരമില്ല. കാലാവസ്ഥയുടെ ആയിരിക്കും. കാലാവസ്ഥ. തോട്ട് ഓഫ് ദി ഡേ പറയാന്ന് പറഞ്ഞ ഹഫീസ എവിടെ എന്ന് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ. ഹലോ, പറഞ്ഞോട്ടെ. പറ. പറഞ്ഞോളൂ. Time is like a river. You cannot touch the same water twice, because the flow that has passed will never come again. Enjoy every moment of your life. രണ്ടുപേരാണോ? ഒന്നും കേട്ടില്ല കേട്ടോ, ഭയങ്കര ഹഫീസ ഒന്നുകൂടി പറയാമോ? ഹഫീസ എക്കോ വരുന്നുണ്ട്. പയ്യെ പറഞ്ഞു നോക്കി. Time is like a river. You cannot touch the same water twice, because the flow that has passed will never pass again. Enjoy every moment of your life. ഓക്കെ, വെരി ഗുഡ്. എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അല്ലേ? Providing a nurturing and stimulating environment at home. അത് കഴിഞ്ഞ് മിസ്സേ റോൾ ഓഫ് Okay. എന്തൊക്കെ എൻവയോൺമെന്റ് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കും? ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞേ നിങ്ങള്. ഓരോ അവസരങ്ങൾ നൽകുക. Yes. Then second point. അവരോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുക. നമ്മൾ അവരോട് സംസാരിക്കുക, അവരെ സംസാരിക്കാൻ പരിശീലിപ്പിക്കുക. Yes, very good. Third point. അവർക്ക് ഉണർത്തുക. ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ നൽകുക. Yes, okay, by allowing them to ask questions and arousing their curiosity. Next point. അവരോട് സംസാരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. Okay, very good. In the role of parents and teachers. കുട്ടികളെ കോഗ്നിറ്റീവ് വളർച്ചയെ സഹായിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അധ്യാപകർക്കും അതുപോലെ തന്നെ പാരന്റ്സിനും ചെയ്യാനായിട്ട് സാധിക്കും? എന്തൊക്കെ കാര്യങ്ങളാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. അറിയാത്തത് ഞാൻ പറഞ്ഞുതരാം. To provide environment, nurturing environment. ഊഷ്മളവും അതിനനുസരിച്ച് പരിപോഷമായ ഒരു അന്തരീക്ഷം അവർക്ക് നൽകുക. Yes, അവരെ
അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അവരുടെ കഴിവുകള് പരിപോഷിക്കുന്ന തരത്തിലുള്ള എന്താണ് ഒരു അന്തരീക്ഷം, ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്താണ്? To listen them and have a dialogue in sit along instructing do's and do nots. എന്താണ്? ചെയ്യേണ്ടതും അത് ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്താണ് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങള്? ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡൂസ്. കീർത്തി. നല്ല ശീലങ്ങളായിട്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കുക. നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഇപ്പൊ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഹാബിറ്റും ബാഡ് ഹാബിറ്റും ഒക്കെ ബാഡ് ഹാബിറ്റ് ഒക്കെ എല്ലാം പറഞ്ഞു കൊടുക്കാം. അപ്പൊ തന്നെ എന്നല്ല, എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഗുഡ് ഹാബിറ്റ്സില് എന്തൊക്കെ കുട്ടികൾ ചെയ്യണം? പ്രാർത്ഥിക്കാം, കൈ കഴുകാൻ പഠിക്കാം, ഫുഡ് കഴിച്ച ഉടനെ കൈ കഴുകാനും അല്ലെങ്കിൽ കളിച്ച ഉടനെ കൈ കഴുകാനും, നന്നായി വൃത്തിയായി കൈ കഴുകാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെന്താ, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ അതെന്താണ്? അത് ഏതിൽ വരുന്നതാണ്? ബാഡ് വേർഡ്സ് പറയാതിരിക്കാൻ. ബാഡ് വേർഡ്സ് പറയാതിരിക്കുക. ഓക്കെ. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് വ്യക്തമായിട്ട് അവർക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ. ഓക്കെ. അപ്പൊ മോശമായ വാക്കുകളൊന്നും തന്നെ ഉപയോഗിക്കരുതെന്ന് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ചിലപ്പോ കുട്ടികളെ ക്ലാസ്സിൽ നിന്നൊക്കെ എന്താണ് പലതരത്തിലുള്ള വേർഡ്സുകൾ കേട്ട് വന്ന് വരും. പക്ഷെ അവർക്കത് അറിയില്ലെന്ന് മോശമായ വാക്കാണെന്നല്ലേ. പക്ഷെ നമ്മളത് നമ്മുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ അധ്യാപകരുടെ മുന്നിൽ വെച്ചായിരിക്കും അത് കേൾക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കത് തിരുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ചില കുട്ടികളുണ്ട് അങ്ങനെ ബാഡ് വേർഡ്സുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അത് ഉറക്കെ പറയും അല്ലെ. ക്ലാസ്സിൽ ഭയങ്കര എല്ലാവരും കേൾക്കെ തന്നെ പറയുന്ന കുട്ടികളുണ്ട്. അല്ലാതെ മോശമായിട്ട് ചെവിട്ടിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകള് അത് തിരിച്ചറിയാനായിട്ട് അല്ലെ, ഇത്തരം പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം കുട്ടികൾക്ക്. അപ്പൊ അത് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ടീച്ചേഴ്സും അതെ, പാരന്റ്സും അതെ. മിസ് ഒന്നാമത്തത് എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ലത്. To provide a warm and nurturing environment. ഞാനല്ല പറഞ്ഞത്, വേറെ ഒരാളാ പറഞ്ഞത്. എന്താണ് നമ്മൾക്ക് കുട്ടികള് വളരാനായിട്ട് എന്താണ് അവർക്ക് നല്ലൊരു അന്തരീക്ഷം, അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അവരെ പരിപോഷിപ്പിക്കുന്ന തരത്തില് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ. ഗുഡ് എൻവയോൺമെന്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അവിടെ നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. മിസ്സേ, കഴിവിനെ ഉയർത്തുന്ന തരത്തിലുള്ള അന്തരീക്ഷം അവർക്ക് ഒരുക്കി നൽകുക. എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ ഉയർത്താൻ പറ്റുന്ന അന്തരീക്ഷങ്ങള്? ഗെയിംസ്, കലോത്സവം അങ്ങനെയൊക്കെയാണോ? അല്ലാതെ എന്തൊക്കെയാണ് ഒരു ക്ലാസ് റൂമില് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന തരത്തില്? ക്ലാസ്സിൽ തന്നെ ഓരോ ആക്ടിവിറ്റീസ് നടത്തുമ്പോ കുട്ടികളെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അവരിൽ തെറ്റ് പറ്റിപ്പോയാലും അതിനെ കളിയാക്കാതെ അവരെ കുറച്ചുകൂടെ പറഞ്ഞ് ശരിയാക്കാം. അത് അങ്ങനെയൊക്കെ. ഇപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റി കൊടുക്കും ക്ലാസ്സിലെ കുട്ടികളെ കുറച്ചുകൂടെ അവരുടെ ആക്ടിവിറ്റീസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി? ഏതെല്ലാം തരത്തിലുള്ള വർക്കുകൾ നിങ്ങൾ കൊടുക്കും, ടാസ്കുകൾ നിങ്ങൾ കൊടുക്കും? പടം വരയ്ക്കാൻ കൊടുക്കും. ഡ്രോയിങ് അല്ലെ. ചിലപ്പോ നമുക്കൊരു തീം പറഞ്ഞു കൊടുക്കാം അല്ലെ. ചിലൊരു തീം പറഞ്ഞു കൊടുത്താൽ എന്താണ് കുഞ്ഞുങ്ങൾ ചിലപ്പോ അത് അവരുടെ ഭാവനയിൽ ഉൾക്കൊണ്ട് വരയ്ക്കും. അല്ലാതെ വെറുതെ ഒരു ഡ്രോയിങ് അല്ല, അവർക്കൊരു തീം പറഞ്ഞു കൊടുക്കുക. തീം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ ഒരു പുഴ, ഒരു വീട്, അല്ലെങ്കിൽ ഒരു സൂര്യൻ അല്ലെ, അല്ലെങ്കിൽ ഒരു നേച്ചറിന്റെ ഒരു തീം പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ അവരുടേതായ രീതിയിൽ അത് വരയ്ക്കും. ഓക്കെ. ഒരു കുട്ടി കുറച്ച് പറഞ്ഞിട്ട് അടുത്ത കുട്ടി ബാക്കി തുടർച്ച, അങ്ങനെ കഥയായിട്ട് സ്റ്റോറി ടെല്ലിംഗ് മുന്നിലും നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത് അങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യാൻ കൊടുക്കും.
സ്റ്റോറി ടെല്ലിങ്, അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തിട്ട് അവരെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 5 വാക്കുകൾ, ഒരു സ്പീച്ച് പോലെ അല്ലെ, 5 വാക്കുകൾ ഒരു ടോപ്പിക് കൊടുത്തിട്ട് 5 വാക്കുകളോ 10 വാക്കുകളോ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം സെന്റൻസസിൽ. പിന്നെന്താണ്, റോൾ പ്ലേ അവതരിപ്പിക്കാം അല്ലെ, റോൾ പ്ലേ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കഥാപാത്രങ്ങളെ കൊടുത്തിട്ട് അത് റോൾ ചെയ്തിട്ട് അഭിനയിക്കാനായിട്ട് പറയാം. പിന്നെന്താണ്, എന്തൊക്കെ ആക്ടിവിറ്റി പിന്നെ കൊടുക്കാം? ചെറിയ പോസ്റ്റേഴ്സ് ഒക്കെ നിർമ്മിക്കാന്, എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച്. കാർഡുകൾ അല്ലെ, ഏതെങ്കിലും തരത്തിലെ എൻവയോൺമെന്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാർഡ് തയ്യാറാക്കാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെടാം. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? അവരുടെ കഴിവിനെ പരിപോഷിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അത്തരത്തിലുള്ള എൻവയോൺമെന്റ്, അത്തരത്തിലുള്ള അന്തരീക്ഷമാണ് കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എസ്പെഷ്യലി അധ്യാപകരെ പോലെ തന്നെ എന്താണ്, വീട്ടിലും പാരന്റ്സിനും അതേപോലെ ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, then to be sensitive to their feelings. To be sensitive to their feelings. എന്താണ്? അവരുടെ ഫീലിങ്സിനോട് നമ്മൾ മനസ്സിലാക്കാന്നാണോ? അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കണം അല്ലെ. കുട്ടികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ഫീലിംഗ്? എങ്ങനെയാണ്? കുട്ടികൾ നിഷ്കളങ്കരാണ് അല്ലെ, നിഷ്കളങ്കരാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത് സാധാരണ പോലത്തെ മനസ്സാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഓൾറെഡി സെൻസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇപ്പൊ ക്ലാസ്സിലിരുന്ന് കുഞ്ഞു കരയാണ്, എന്തെങ്കിലും ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാതെ വരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, വാർത്തകൾ. അപ്പൊ കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അധ്യാപകർ കുറെ നേരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അധ്യാപകർ അത് മൈൻഡ് ചെയ്യുന്നില്ല. ആ കുട്ടി അവിടെ നിന്ന് കരയുന്നുണ്ട്, അധ്യാപകർ കണ്ടു, പക്ഷെ ആളെ മൈൻഡ് ചെയ്യാതെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണോ നമ്മൾ കൊടുക്കേണ്ടത്? പിന്നെ എങ്ങനെയാണ് അതിന്റെ കാരണം എന്താണെന്ന് തിരക്കണം. എന്റെ മോന് ഇതുപോലെ കരയുമ്പോ ആ ടീച്ചറെ മടിയിൽ കൊടുന്ന് ഇരുത്തുമായിരുന്നു. അങ്ങനെയാണോ ശരിയായി കിട്ടിയത്? ഓക്കെ, അപ്പൊ എന്താണ്, ആ ടീച്ചർ അവന്റെ ഫീലിംഗ് മനസ്സിലാക്കിയത് കൊണ്ടാണ് കുഞ്ഞിനെ അങ്ങനെ എന്താ കാരണം ചോദിക്കുക, കുഞ്ഞ് എന്തിനാണ് കരയുന്നത്, അതിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക അല്ലെ. അതിനുശേഷമായിരിക്കണം പിന്നീട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അധ്യാപകര് കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ്, കുട്ടികൾ പിന്നെ ആ ഒരു ശ്രദ്ധയാണ് വേണ്ടത്. ശ്രദ്ധ മീൻസ് എന്താണ്, ആ ഒരു ലവ് ആൻഡ് കെയർ കൊടുക്കണം കുട്ടികളെ. അവരുടെ ഫീലിങ്സിനെ മാനിക്കുന്ന ഒരു അധ്യാപകരായിരിക്കണം എല്ലാവരും തന്നെ. എങ്കിൽ മാത്രമേ കുട്ടികൾക്കും ആ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഇഷ്ടം ഉണ്ടായിരിക്കുള്ളൂ. ആ ക്ലാസ് എത്ര ഇഷ്ടമല്ലാത്ത ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി എന്താണ്, കുഞ്ഞുങ്ങൾ ആ ക്ലാസ് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയായിരിക്കും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഞങ്ങളെ മനസ്സിലാക്കുന്ന അധ്യാപികയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചില LP സ്കൂളിലെ ടീച്ചേഴ്സിന്റെ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവര് ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ജീവനായിരിക്കും. എന്തുകൊണ്ടാണ്? ടീച്ചർ എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അവർക്ക് അവിടെ പഠിപ്പിക്കാനും കളിക്കാനും മറ്റെന്ത് ആക്ടിവിറ്റീസിനും എന്താണ് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളും 45 കുട്ടികൾ ഉണ്ടെങ്കിൽ 45 കുട്ടികളെ ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുന്നത്, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന അധ്യാപകരായിരിക്കണം. നിങ്ങൾ ഇനി അധ്യാപകരാകാൻ പോകുന്നവരല്ലേ, നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ഓക്കെ, പക്ഷെ തെറ്റ് കണ്ട തെറ്റാണെന്ന് പറയാനും ശരിയാണെങ്കിൽ അവരവിടെ പ്രോത്സാഹിപ്പിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, ഏറ്റവും നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കുട്ടികളുടെ മനസ്സ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളോട് നമ്മൾ പെരുമാറാനായിട്ട്. ഓക്കെ, ഒരു നാണയത്തിന്റെ 2 വശം എന്ന് പറയണ പോലെ കുട്ടികള് മോശവും ഉണ്ടാവും നല്ലതും ഉണ്ടായിരിക്കും. ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ച് മറ്റൊരു കുട്ടി കാരണാണെന്നുണ്ടെങ്കിൽ അവനും അതിന്റെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിരിക്കും. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അവനെ ഉപദേശിക്കാനായാലും ഒരു പനിഷ്മെന്റ് കൊടുക്കണേലും
ഒരാള് അടിച്ചു, ടീച്ചറെ അവനെ എന്നെ അടിച്ചു എന്ന് പറയുമ്പോഴേക്കും ആ അടിച്ച ആളെ നമ്മൾ അപ്പോഴേക്കും പ്രൊവോക്ക് ചെയ്യാനോ ചീത്ത പറയാനോ ശ്രമിക്കുന്നതിന് മുന്നേ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു സിറ്റുവേഷനും കൂടി അന്വേഷിച്ചിട്ട് വേണമായിരിക്കും പനിഷ്മെന്റോ വഴക്കോ പറയാനായിട്ടായിട്ട്, ഉപദേശം അതേ കൊടുക്കാനായിട്ട്. കുട്ടികളെ കേൾക്കണം. രണ്ടു കുട്ടികളെ എല്ലാരും കുട്ടികൾക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തുള്ള ഒരു സിറ്റുവേഷൻ ഇതുപോലെ എന്റെ മോള് പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്തായിരുന്നു അത്? പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമായിരുന്നു. എന്റെ എന്താണ് മോളെ പറ്റിയത്? രണ്ട് കുട്ടികളെ ചേർന്നിട്ട് പ്രാങ്ക് ചെയ്യുന്നതാ. അവളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അവള് ഇവിടെ മസ്കറ്റിലാ പഠിച്ചിരുന്നേ. അവൾക്ക് നാട്ടിൽ പോയിട്ട് ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫ്രണ്ട്ഷിപ്പും ഭയങ്കര വ്യത്യാസം. എന്ന് വെച്ചാൽ കൊച്ച് നാട്ടിലത്തെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അവിടെ കുട്ടികൾ ബിഹേവിയർ എന്നൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ആൾക്ക് ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാ. അവളൊന്നും അങ്ങനെ മനസ്സിൽ വെച്ചിരിക്കില്ല. ഇപ്പൊ എന്തെങ്കിലും ബേർഡ് വേർഡ്സ് യൂസ് ചെയ്താ അവളോട് ഞാൻ പറയണ്ട അത് ആക്സെപ്റ്റ് ചെയ്യണതോ ചെയ്യരുതെന്നോ അവള് തിങ്ക് ചെയ്യണം. നമ്മള് പറഞ്ഞു കൊടുത്തിണ്ടാവുമല്ലോ വീട്ടില് നല്ലതാണോ ചീത്തയാണോ എന്ന്. അപ്പൊ പറയണത് കേട്ടിട്ട് ഒരാള് അപ്പൊ തന്നെ അടച്ചാക്ഷേപിക്കല്ല അവര് പൊട്ടയാന്ന്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പതിയെ സ്കിപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ആൾ അതുപോലെയാണ് എല്ലാവർക്കും. അപ്പൊ ഈ കുട്ടികൾ തമാശക്കൊക്കെ ആദ്യം എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ഓക്കെ എന്നുള്ള മട്ടായിരുന്നു ആൾക്ക്. എന്നിട്ട് ഒരു ദിവസം ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ മോള് ആർക്കോ ഒരു ലെറ്റർ കൊടുത്തു കുട്ടിക്ക്. അന്ന് കൊച്ച് 5ാം ക്ലാസ്സിലാണേ. അപ്പൊ ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് എന്റെ മോളെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ എന്റെ മോള് ചെയ്ത തെറ്റുകൾ സപ്പോർട്ട് ചെയ്യാറൊന്നുമില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചപ്പോ മറ്റ് 2 കുട്ടികൾ ഇങ്ങനെ എന്താ ഒരു കുട്ടിക്ക്, ഒരു ആൺകുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് വിളയിൽ ഒരു സാധനം കൊടുത്ത അവള് അത് പോണ വഴിക്ക് ആ കൊച്ചിന് കൊടുത്തു പോയി. ഇവളത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ കുട്ടികൾ വരുത്തി തീർത്തത് ആ കുട്ടികൾ എഴുതി വെച്ച സാധനമാണ്. അത് എന്റെ മോള് കൊടുത്തു എന്നുള്ളതാക്കി തീർത്തു. ഈ ആൺകുട്ടിയോട് വന്ന് ടീച്ചർ ചോദിക്കാണ് ആരാണ് നിനക്ക് തന്നേന്ന് ചോദിച്ചപ്പോ അങ്കിത. അന്നാ ടീച്ചർ മോളെ കുറ്റം പറയുന്നതിലും മുന്നേ ടീച്ചർ അന്വേഷിക്കണം അത് മോളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ, അത് മോൾ എഴുതിയതാണോ, എന്റെ മോള് ചെയ്തതാണോ എന്ന് ടീച്ചർമാർ അന്വേഷിക്കുന്നില്ല. വേഗം എന്നെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. ടീച്ചർ അത് എന്നെ വിളിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട്. അതിനു മുന്നേ മറ്റുള്ള കുട്ടികളുടെ അമ്മമാര് ടീച്ചർമാരായിരുന്നു. അവര് തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി അവരുടെ കുട്ടികളുടെ തലേന്ന് ആ കുറ്റം ഒഴിച്ചു വെക്കാനായിട്ട് നമ്മളുടെ കുട്ടീനെ മുതലെടുത്തു. ഇതൊക്കെ 2 ദിവസം അവരുടെ പ്ലാനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും എന്റെ കൊച്ചുങ്ങളെ ഒരാളുടെ തലയിൽ കുറ്റം ചാരി വെച്ചിട്ട് രക്ഷപ്പെടാൻ പഠിപ്പിക്കാറില്ല. അത് കുഞ്ഞേതിലെ അങ്ങനെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെറിയ കുറ്റമായിരിക്കും അവൻ ചാരി വയ്ക്കുക, അവൻ വലുതാവുന്നതിനനുസരിച്ച് അതിന്റെ കുറ്റത്തിന്റെ കാഠിന്യവും വലുപ്പമൊക്കെ വലിയതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഞാൻ ടീച്ചറോട് സംസാരിച്ച കാര്യം ഇതാണ്. ആ ഇമോഷനിൽ എന്റെ മോള് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഭയങ്കര മൂടിയായിരുന്നു. എന്നുവെച്ചാൽ അവള് ഇത് പ്രാങ്ക് ആന്ന് അറിഞ്ഞപ്പോഴും അവളത് സില്ലി ആയിട്ടാ വിട്ടത്. അത് എന്നെ പറ്റിച്ചതാണോ അത്രേ ആ കുട്ടിന്റെ മനസ്സിലല്ലോ. പക്ഷെ ആ ചിന്തിച്ച 2 കുട്ടികള് ഭയങ്കര ക്രൂക്കഡ് ആയിട്ടാണ്. പക്ഷെ അവര് ക്രൂക്കഡ് ആവാൻ കാരണം അവരുടെ പാരന്റ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്ത തെറ്റ് അത് ശരി, നിങ്ങളേന്ന് അബദ്ധം പറ്റിയതാ, ഇനിയിപ്പൊ അതൊന്നും കൂടുതലായി വിശദീകരിക്കേണ്ട ടീച്ചർ എടുക്കുന്നതാണ് ആ കുട്ടികളോട് അവരുടെ അമ്മമാര് പറഞ്ഞു കൊടുത്തത്. അതല്ലല്ലോ ടീച്ചർ പറയുമ്പോ ടീച്ചറും ശ്രമിക്കണം കുട്ടികളുടെ അടുത്ത് ഫ്രണ്ട്ലി, എന്നാലാണ് ടീച്ചർ എടുത്ത് കുട്ടികളെ ഓപ്പൺ അപ്പ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നല്ല കഥ പറയണ പോലെ കുറെ പറയാണ്ട്, ഞാനത് ഷോർട്ടാക്കി പറഞ്ഞതാണ്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ മോളോട് ടീച്ചറോട് പറഞ്ഞു, എന്റെ മോള് എന്തെങ്കിലും തിങ്ക് ചെയ്ത് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറെ അതിന് എനിക്ക് മറുപടി തരില്ല. ടീച്ചർക്ക് ഒന്നും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ടീച്ചർമാർ കുറച്ചും കൂടി ഫ്രണ്ട്ലി. പിന്നെ ക്രഷ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. ഇതൊക്കെയാണ് അവര്. ഞാൻ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടികൾക്ക് അറിയാം ഇന്ന് ക്രഷ് എന്താന്ന്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പണ്ടത്തെ ടീച്ചർമാരായിട്ടല്ല പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ് എന്താണ്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെയാണ് നമ്മൾ കയ്യിലെടുക്കുന്നത് മനസ്സിലാക്കിയിട്ട് വേണം ഇന്നത്തെ ടീച്ചർമാര് പെരുമാറാൻ. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു, എന്റെ പേരൻസ് ഇങ്ങനെയാ പഠിപ്പിച്ച, അതല്ല നമ്മൾ മറ്റുള്ള കുട്ടികളുടെ അടുത്ത് ഫോഴ്സ് ചെയ്യേണ്ടത്.
ഒരു കുട്ടിയുടെ മെന്റൽ സ്റ്റെബിലിറ്റി മനസ്സിലാക്കിയിട്ട് ടീച്ചർമാർ പഠിപ്പിക്കായാലും ഫ്രണ്ട്ലി ആവായാലും എന്തായാലും അതാണ് ചെയ്യേണ്ടത്. Okay, miss. അപ്പോ ദിവ്യ ഒരു ടീച്ചർ ആവുമ്പോ ദിവ്യക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മിസ്. നമ്മളെ ചുറ്റും നല്ലതും ചീത്തയുണ്ട്. നമ്മള് ലോകത്ത് നിന്ന് പഠിക്കുകയാണ്. ചീത്ത കാണുമ്പോ ഇതല്ല ഞാൻ ഫോളോ ചെയ്യേണ്ടത്, ഇതാണ്. അപ്പൊ നല്ലത് ചെയ്ത് ആളെ മോശമാക്കിയിട്ടല്ല ചിത്രീകരിക്കുന്നത്. നമുക്ക് ദൈവം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തരുന്ന പാഠങ്ങളാണ് ഇതൊക്കെ. നമ്മളുടെ അനുഭവങ്ങളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. വേറൊരു കാര്യം പാഠത്തിൽ മോളെ പിന്നീട് ടീച്ചറോട് ടീച്ചർ ഞാൻ മനസ്സിലാക്കിയോ? അതെ, ടീച്ചറോട് ഞാൻ തുറന്ന് സംസാരിച്ചപ്പോ ആളുടെ തെറ്റ് മനസ്സിലായി. ആൾ എന്നോട് സോറി പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ആ നേരത്ത് ആ ഒരു 2 ദിവസം കുട്ടി അനുഭവിച്ച സ്ട്രെസ് എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലില്ല, എൻ്റെ അച്ഛൻ ഡയാലിസിസ് പേഷ്യന്റ്, ആള് ക്രിട്ടിക്കൽ ICUയിൽ കിടക്കായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത്രയും ദൂരം ടെൻഷൻ അടിച്ച് ഡ്രൈവ് ചെയ്ത് വന്നിട്ടാണ് ടീച്ചറെ അടുത്ത് സംസാരിക്കാതെ എനിക്കുണ്ടായ ടെൻഷൻ, എൻ്റെ കൊച്ചിനുണ്ടായ സ്ട്രെസ്, അത് ആ ഒരു 2 ദിവസം ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ഹാപ്പിനെസ്? അത് പിന്നെ കൊച്ചിന് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ചൂസ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടാണ്. അതൊക്കെയാണ്, അത് ഭാവിയിലേക്കും പ്രശ്നങ്ങളാ. ശരിയാണ്. ടീച്ചർക്ക് വേണമെങ്കിൽ മോളെ വിളിച്ച് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു, ചെയ്തില്ല. അതെല്ലാ കുട്ടികളെ മുന്നിൽ വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്തത്. എല്ലാരും ചിരിച്ചു, കളിയാക്കി. കൊച്ചിന് അപ്പോഴും അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ അവരുടെ പാരന്റ്സ് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചു. ആ ക്ലാസ്സിലുള്ള കുട്ടികൾ പറഞ്ഞത് നിന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടാവും, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുമ്പോഴാണ് കൊച്ചിന് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇതുപോലത്തെ അവസരങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഇതാണ് കേട്ടോ. നിങ്ങളുടെ ഒരു ടീച്ചിങ് ഹാബിറ്റ് അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടീച്ചിങ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചിലവരെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റു കാര്യങ്ങൾ പറയുന്നതിലായിരിക്കും കുറച്ചും കൂടി കുട്ടികൾക്ക് അതായിരിക്കും ടീച്ചർ ക്ലാസ് എടുക്കണേന്നുള്ളത് മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കാറ്റഗറി ടൈപ്പ് കുട്ടികളുണ്ട്. അപ്പോ നിങ്ങളുടെ കുട്ടികളെ കൂടെ നിർത്തുക, കുട്ടികളെ ഫീലിങ്സ് മനസ്സിലാക്കുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ ദേഷ്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ, ആ ക്ലാസ്സിൽ ഒരിക്കലും ഒന്ന് നമ്മൾ കാണിക്കരുത് കേട്ടോ. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മൾ അവരെ സ്നേഹിച്ചാൽ മാത്രമേ ആ ക്ലാസ്സിൽ നന്നായിട്ട് ആ കുട്ടികളോട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര മോശം ബിഹേവിയർ അവരവിടേക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആ ടീച്ചർ ചിലപ്പോൾ ഒരുപാട് കെയർ ചെയ്യാത്ത ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത്. ജസ്റ്റ് വന്ന് പഠിപ്പിച്ചിട്ട് പോവാന്നുള്ളൊരു മൈൻഡിൽ മാത്രമുള്ള ആളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം കേട്ടോ. പാട്ടോ നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ ആവില്ലെന്ന് എനിക്കറിയാം, നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്, നിങ്ങൾ നല്ല പാരന്റ്സും ആണ്. നിങ്ങളുടെ വാക്കുകളിലൂടെ എനിക്ക് പലപ്പോഴും മനസ്സിലാവാറുണ്ട്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മിസ്സേ. കേൾക്കുന്നുണ്ട്. Next, to set expectations according to age and individual ability. To set expectation according to age and individual ability. നമ്മൾ ഇന്ന് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗത്ത് നമ്മൾ ഈ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങള്? നമ്മൾ എന്താണ് കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നും ഏത് പ്രായത്തിലാണ് കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രിൻസിപ്പൽസ് പഠിച്ച സമയത്ത്? ഓർക്കുന്നുണ്ടോ? യെസ്. അതായത് ഓരോ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ പേഴ്സണും എല്ലാ കുട്ടികളും ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉള്ളവരായിരിക്കും, വ്യത്യാസങ്ങൾ ഉള്ളവരായിരിക്കും അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ എബിലിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അല്ല, ഓരോരോ പ്രത്യേക കഴിവുകളായിരിക്കാം, കഴിവില്ലാത്തവരുണ്ടായിരിക്കും. അപ്പോ അവരുടെ ഇൻഡിവിജ്വൽ എബിലിറ്റി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരിൽ നിന്ന് എന്ത് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ആ കുട്ടി അങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കാൻ പാടില്ല. അവന്റേതായ ആ ഒരു ഏജിനനുസരിച്ചിട്ടുള്ള കഴിവുകൾ എബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ അല്ലാതെ അവൻ ആ പ്രായത്തിൽ കൂടുതൽ കവിഞ്ഞ ഒരു ആക്ടിവിറ്റി ചെയ്യും അല്ലെങ്കിൽ ഏബിൾ ആയിട്ട് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പൊ കുട്ടികളെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി അവർ എത്രത്തോളം ചെയ്യും എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് കുട്ടികളോട് ബിഹേവ് ചെയ്യരുത്. ഓക്കെ, എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് അല്ല, എല്ലാവർക്കും പല പല കഴിവുകളാണ്. ഓക്കെ, എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളത്.
എല്ലാവരും എന്താണ് വ്യത്യസ്തനാണ്. നമ്മൾ അങ്ങനെയാണ് ദൈവം തയ്യാറാക്കി. എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉള്ളവരാണ്, വ്യക്തി വ്യത്യാസങ്ങളുള്ളവരാണ്. എല്ലാവർക്കും വ്യത്യാസമായിട്ടുള്ള കഴിവുകളും മറ്റെല്ലാവരും അടങ്ങിയിട്ടാണ് ഓരോരുത്തരും ഉള്ളത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. To set expectation according to age and individual ability. Next, to avoid showing favoritism amongst them. To avoid showing favoritism. എന്താണ് favoritism? വേർതിരിവ് കാണിക്കാതിരിക്കല്ലോ. ഒരു കുട്ടിയുടെ ഫേവറേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ ടീച്ചേഴ്സിന് ചില ക്ലാസ്സില് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളോട്. അത് ക്ലാസ്സിലും ഉണ്ടായിരിക്കാം, നമ്മുടെ വീട്ടിലും ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു ഫേവറിറ്റിസം. ഇപ്പൊ 2 കുട്ടികളൊക്കെ ഉള്ളെങ്കിൽ കുട്ടികളുടെ തോന്നലാണത്. ചിലപ്പോൾ പാരന്റ്സ് അങ്ങനെയല്ല പെരുമാറുന്നത്, രണ്ടുപേരും ഒരേപോലെ തന്നെയായിരിക്കും പെരുമാറുന്നത്. പക്ഷെ കുട്ടികൾക്ക് എന്താ തോന്നുന്നത്, അവനെയാണ് കുറച്ചുകൂടി കെയർ ചെയ്യുന്നത്, അവനെയാണ് അത് വാങ്ങിച്ചു കൊടുക്കുന്നത്, അച്ഛൻ അവനെയാണ് ഇഷ്ടം. ആ ഒരു തോന്നൽ ഉണ്ടാകുന്നത് കുട്ടികൾക്ക് അല്ലെ. അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ പാരന്റ്സിന്റെ ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം, പാരന്റ്സ് പെരുമാറുന്നത് ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ നമ്മളെ രണ്ടാമതൊരു കുട്ടി വരുന്ന സമയത്ത് അത് ചിലപ്പോൾ കുഞ്ഞായിരിക്കും അല്ലെ. അപ്പൊ ഒരു പ്രത്യേക ഇഷ്ടം ആ കുട്ടിയോടായിരിക്കും എല്ലാവർക്കും. ഓൾ ഫാമിലിയിൽ എങ്ങനെയായിരിക്കും? കുഞ്ഞിനോട് ഒരു പ്രത്യേക നമ്മൾ കുട്ടിയല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള കെയറും സ്നേഹമൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ മൂത്ത കുട്ടിക്ക് എന്തായിരിക്കും ഇപ്പൊ തോന്നുന്നത്? അവനെയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവന് തോന്നുന്നത് എന്തായിരിക്കാം? അനിയനോടാണ് അല്ലെങ്കിൽ അനിയത്തിനോടാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, അവരെയാണ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇത് നമ്മളുടെ വീട്ടിലുണ്ടോ? അതുപോലെ തന്നെ എന്താണ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. ക്ലാസ്സിൽ ചില ടീച്ചേഴ്സിന് ചില കുട്ടികളോട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടായിരിക്കും, ബെസ്റ്റ് ആയിട്ടുള്ള കുറെ പിള്ളേരുണ്ടായിരിക്കും. അപ്പൊ അവരോടായിരിക്കും ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും അവരെ നോക്കിയായിരിക്കും പറയുന്നത്. എന്തെങ്കിലും ആക്ടിവിറ്റി എടുക്കുമ്പോൾ അവരെ ആയിരിക്കും ആദ്യം വിളിപ്പിച്ച് ചോദിക്കുന്നത്. എന്ത് പ്രശ്നമെങ്കിലും ഉണ്ടെങ്കിലും ആ കുട്ടികളായിരിക്കും ആദ്യം വിളിക്കുന്നത്. അപ്പൊ അവിടെ ഒരു എന്താണ്, മറ്റു കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. ഞങ്ങളെ ടീച്ചർക്ക് ഇഷ്ടമൊന്നുമല്ല, ഞങ്ങളോട് ഒരു താല്പര്യമില്ല, ടീച്ചർ ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരാറില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നൽ കുട്ടികൾക്കില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷമം തന്നെയാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റു കുട്ടികളെ മാത്രം നോക്കുന്നു, കൊച്ചു കുട്ടികളെ മാറ്റി ആ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന പോലെ അല്ലെ. ഫേവറേറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്, വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 കുട്ടികളുള്ള വീടുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും, ആണോ? അതെ മിസ്. അതിരുടെ വീട്ടിലുണ്ടാവുന്നു 2 കുട്ടികള്? 2 പേരുണ്ട്, ചെറുതാണ്. 2 ചെറിയ വയസ്സുള്ള കുട്ടികൾ. ഒരാള് 7 വയസ്സ്, ഒരാള് 3. എന്താണ് അവരുടെ പ്രശ്നങ്ങള്? മൂത്താള് വെച്ച് ഭയങ്കര കെയറിങ്ങോട് കൂടി വളർന്നതാണ്. ആദ്യത്തെ കുട്ടിയായതുകൊണ്ട്. രണ്ടാമത്തെ ആള് കൊറോണ ടൈമിൽ ഉണ്ടായതാ. അപ്പൊ എന്തെങ്കിലും ഇളയാൾക്ക് സ്പെഷ്യൽ മോളെ അത് ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോ മൂത്താൾക്ക് പെട്ടെന്നൊരു ഈഗോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അവളോടാണ് കൂടുതൽ ഇഷ്ടം, എന്നോട് ഇഷ്ടം കുറഞ്ഞു എന്നൊക്കെ. അത് അവരിലെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. നമുക്ക് അതെങ്ങനെ പറഞ്ഞാലും കുട്ടികളിൽ വരും. പക്ഷെ ചില കുട്ടികളെ അങ്ങനെ മനസ്സിലാക്കോട്ടാ. ചില കുട്ടികൾ പക്ഷെ ഭയങ്കര പക്വതയോടെ സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അനിയനോടും പത്ര കെയർ ഒക്കെ കൊടുക്കും. നമ്മളെ പാരന്റ്സിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ചേട്ടനോ ചേച്ചി ഉണ്ടെങ്കിൽ അവർ കെയർ കൊടുത്ത് നോക്കിയൊക്കെ അങ്ങനെയും കുട്ടികളുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് 2 കുട്ടികൾ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും അല്ലെ. നോർമലി ഇപ്പൊ ചിലപ്പോൾ പ്രഗ്നൻസി തന്നെ ആ ഒരു ബുദ്ധിമുട്ട് കുട്ടികളുടെ ആ ഒരു, അങ്ങനെയാണ് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കുട്ടികളിൽ അതൊരു അമ്മയ്ക്ക് ഒരു കുഞ്ഞ് വരാൻ പോകുന്നു എന്നുള്ളതിലൊരു വിഷമം, അതൊക്കെ അത് നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ചിലത് പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നു, ചിലത് പക്ഷെ എന്റെ മക്കളും അതേമാതിരി തന്നെയാണ്. എന്റെ മക്കള് 5 വയസ്സിന് ഡിഫറെന്റ് ആണ്. മൂത്താള് 12 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 8 വയസ്സുള്ള 9ാമത്തെ വയസ്സാണ്. അപ്പൊ കുറച്ച് മനസ്സിലാക്കാനൊക്കെ തുടങ്ങി. എന്നാലും പറയും ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കേ. അപ്പൊ ഞാന് ഉദാഹരണം എന്ന് പറയും, 2 കണ്ണ് നമുക്ക് എങ്ങനെയാണ്, ഒരു കണ്ണ് അടച്ചിട്ട് ഒരു കണ്ണ് വേണ്ടാന്ന് വെക്കും, അതേമാതിരിയാണെന്ന് പറയും. അപ്പൊ അവർക്ക് സമാധാനം. ഓ, ഈ കണ്ണ് പോയിട്ട് ഈ കണ്ണ് മാത്രം അമ്മ വെക്കില്ലല്ലോ,
അപ്പൊ രണ്ട് കണ്ണും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാവും രണ്ടുപേർക്ക് സമാധാനം. ഇന്റേത് നേരെ തിരിച്ച്. എന്റേത് മൂത്ത കുട്ടിക്ക് 3.5 വയസ്സായിട്ടുള്ളൂ, രണ്ടാമത്തെ കുട്ടിക്ക് 5 മാസവും. അപ്പൊ ചെറിയ കുട്ടീനോട് ചിലപ്പോ മോനെ എന്നൊക്കെ വെറുതെ നമ്മൾ തമാശക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പറ്റ ചെറുതാണല്ലോ. അപ്പൊ മോനേന്ന് വിളിക്കുമ്പോക്ക് ഇപ്പഴത്തെ തുടങ്ങും, ഇന്ന ഇഷ്ടല്ലേ, ഓന് മാത്രം ഇഷ്ടമല്ലേ പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടു അവോയ്ഡ് ഷോയിങ് ഫേവററ്റിസം കേട്ടോ. ആരോടൊരു ഫേവറബിൾ ആയിട്ട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക. എല്ലാവരും ഒരേപോലെ കാണാനായിട്ട് നോക്കുക. നെക്സ്റ്റ് പ്രശ്നമാണ് എന്ത്? ടു അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. നിങ്ങൾക്ക് അറിയാലോ അത്. നിങ്ങൾ കമ്പയർ ചെയ്യാറില്ലേ? സത്യം പറയാം, നിങ്ങൾ കമ്പയർ ചെയ്യാറില്ല നിങ്ങളുടെ കുട്ടികളായിട്ട്? മിസ്സേ, ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പാരിസൺ? പഠിപ്പിന്റെ കാര്യത്തില് മെയിനായിട്ട് ഞാൻ പഠിക്കുന്ന കാര്യമാട്ടോ മിസ്സേ പറയാറ്. ഈ ആ കുട്ടിനെ കണ്ടിട്ട് നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും. അത് ഓട്ടോമാറ്റിക്കായി വന്നു പോകുന്നതാണ്. ഓട്ടോമാറ്റിക്കാ. പക്ഷെ അത് നമ്മളെ കുട്ടികൾക്ക് എന്തായാലും വിഷമമാവും അല്ലേ? എന്റെ മോന് ഒരു വിഷമവും ഇല്ല. അവളും പഠിക്കുന്നു, അല്ല ഞാനും പഠിക്കുന്നു, അങ്ങനെ തന്നെ. അവന് ഒരു ഫീലിങ്സും ഇല്ല. അങ്ങനെ പറയുമ്പോ കേട്ട് കേട്ട് മടുത്തു എന്ന് പറയും എന്നോട്. അതിപ്പോ കൊറേ പറഞ്ഞിട്ടായിരിക്കും. ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ പറയും രണ്ടുപേരും കണക്കാന്നേ പറയുള്ളൂ. ഒരാൾ പഠിക്കും ഒരു പക്ഷേ എന്നാലും ഞാൻ പറയും രണ്ടുപേരും കണക്കാണ്, കളിച്ച് നടന്നോട്ടോ പറഞ്ഞോളൂ. എന്തെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ രണ്ടാൾക്കും കൊടുക്കുവാടി. അതുകൊണ്ട് ആർക്കും വല്ലാതെ തെറ്റ് ചെയ്യാൻ പോയില്ല. നമ്മള് കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക മറ്റു കുട്ടികളായിട്ട്. ടു അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. അല്ലെ, പാരന്റ്സും അതെ, ടീച്ചേഴ്സും അതെ. ടീച്ചേഴ്സിലും അങ്ങനെ ഒരു പ്രവണതകൾ ഉണ്ടാവട്ടെ. അവനെ കണ്ട് പഠിക്കേ, ഇവനെ കണ്ട് പഠിക്കുന്ന പറയാറില്ലേ? കുട്ടി എന്ത് നന്നായിട്ടാണ് പഠിക്കുന്നത്, അവന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ, അങ്ങനെ പല ഉദാഹരണങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കും കുട്ടികൾക്ക്. കമ്പാരിസൺ ചെയ്യാറുണ്ട് മിസ്. പക്ഷെ പഠിപ്പിന്റെ കാര്യത്തിലും വേറൊന്നുമില്ല. നമ്മളെക്കാളും ഒന്നും ഇല്ലാത്ത ആൾക്കാര് നന്നായി ഇപ്പൊ കുഴപ്പമില്ലാതെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് അതൊരു ശരിയാണ്. പക്ഷെ ചില സമയത്ത് ഈ കമ്പാരിസൺ ചിലവരിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോ ചില പോയിന്റിലായിരിക്കും. അതായത് ഇപ്പൊ തീരെ മോശമായ കുട്ടികളായിരിക്കാം. അപ്പൊ അവനെ കണ്ടൊന്ന് പഠിക്കുന്ന പറയുമ്പോ ചിലപ്പോ ആ ഒരു സമയത്ത് ചിന്താഗതി ചിലപ്പോ മാറാം. ശരിയാണല്ലോ, ഞാൻ ഇവനെ കണ്ട് പഠിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയും മാറിയ ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, കമ്പാരിസൺ ചില സമയത്തൊക്കെ നല്ലതാണ്. പക്ഷെ എപ്പോഴും ആയിക്കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അത് മിസ്സേ, എല്ലാ സാധനങ്ങളും നമ്മളിപ്പം വാങ്ങി കൊടുത്തിട്ട് പിന്നെ ഏതെങ്കിലും ഒന്ന് കിട്ടാതെ വെക്കുമ്പോൾ എനിക്കത് വാങ്ങി തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോ അങ്ങനെ പറയേണ്ടി വരും. എന്താന്ന് വെച്ചാല് ഇപ്പൊ എല്ലാം എനിക്ക് വാങ്ങി തരുന്നില്ലേ, അതില്ലാത്ത കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ പറയുന്ന സിറ്റുവേഷൻസ് വരുമല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് ചില കുട്ടികളൊന്നും മനസ്സിലാവും. ചിലവർക്ക് അതൊന്നും അവർക്ക് ഇല്ല എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ ചിലവർക്ക് അത് പറയുമ്പോ വിഷമാവും. ബിരിയാണി വാങ്ങിച്ചെടുക്കുന്നത് പോലും കഴിക്കാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കത് വിഷമമായിരിക്കും കഴിക്കാനായിട്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. പ്രായത്തിലും ഇതുപോലെ കമ്പയർ ചെയ്യുമായിരുന്നോ മിസ്സേ? എന്താണ്? ഉള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമായിരുന്നോ മിസ്സിന്റെ ഒക്കെ എന്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ നല്ല കുട്ടികളായിരുന്നു. എനിക്ക് ഭയങ്കര സ്നേഹമുള്ള പിള്ളേരായിരുന്നു. അതിലൊരു കുട്ടി മാത്രം ഒന്നും മിണ്ടില്ല. അവന്റെ നേച്ചർ അങ്ങനെയാണ്. പക്ഷെ ലാസ്റ്റ് പോരാറായ സമയത്ത് ലാസ്റ്റ് മാസമൊക്കെ ആയപ്പോ അവൻ ശരിക്കും മാറി. അവൻ പിന്നെ നന്നായിട്ട് സംസാരിക്കും. അവനാണ് ഒരു ഇൻട്രോവേർട്ട് പോലെ മാറിയുന്ന കുട്ടിയാണ്. ഞാൻ എല്ലാ ബെഞ്ചിലും പോയി സംസാരിക്കുമായിരുന്നു. സമയം കിട്ടുന്ന സമയത്ത് എല്ലാവരും ചുറ്റോൾ ക്ലാസ്സിൽ ചെന്ന് നടക്കും കംപ്ലീറ്റഡ് ആയിട്ട്. ചിലപ്പോ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്ലാസ് എടുത്തതിന് ശേഷം ഇങ്ങനെ കറങ്ങിയാണ്. അപ്പൊ എല്ലാവരായിട്ട് നമ്മൾ ഇടപെടും. എനിക്ക് എന്റെ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരും വ്യക്തമായിട്ട് അറിയാം. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, നമ്മളത് അങ്ങനെ ആവണം. അത് എന്റെ ഒരു ഇതാണ്. ഞാൻ അങ്ങനെയാണ്. ഞാൻ ആരോടും സംസാരിക്കാൻ ഇരുന്നിട്ടില്ല ക്ലാസ്സിൽ. എല്ലാവരോടും സംസാരിക്കും. അതുകൊണ്ട് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല. എപ്പോഴെന്നൊക്കെ വിളിക്കണമെന്ന് അറിയാൻ പറ്റില്ല പിള്ളേര്. കുറെ പേര് വലുതായ കുട്ടികളുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി പ്രായമായ കുട്ടികളുണ്ട്. ഫസ്റ്റ് കഴിഞ്ഞ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരെഞ്ച് മീശയൊക്കെ വന്നു. അപ്പൊ നമ്മൾ ആ കണ്ട സമയത്തല്ല, പക്ഷെ അവർക്ക് നമ്മൾ അറിയാൻ പറ്റും. അതെനിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. അവരിങ്ങനെ ഓടി വന്ന് വിളിക്കും. അതെന്താണ്, നമ്മൾ ആ ക്ലാസ്സിൽ കൊടുത്ത ഒരു ഇതാണ്. നമ്മൾ അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങനെ അവരോട് സംസാരിക്കുമ്പോ അതെന്താണ്, നമ്മുടെ പ്രൊഫഷൻ ഇതല്ലേ, പഠിപ്പിക്കാന്നുള്ളതല്ലേ. പഠിപ്പിക്കുക മാത്രമല്ല, അവരായിട്ട് ഇടപെട്ട് വേണം പഠിപ്പിക്കാനായിട്ട്. എന്റെ ഒരു നേച്ചർ അതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വേ ഓഫ് ടീച്ചിങ് സ്റ്റൈൽ ഉണ്ടായിരിക്കും.
അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഏതാണെന്നുള്ളത് ക്ലാസ് എടുക്കാൻ പോകണം തന്നെ നമുക്കൊരു ഇഷ്ടമായിരിക്കും. അപ്പൊ ക്ലാസ്സിൽ കയറാൻ തന്നെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ പീരീഡ് അവർ വെയിറ്റ് ചെയ്തിരിക്കും കാണാനായിട്ട്. മിസ് ഇങ്ങനെ മറ്റുള്ള പിള്ളേരെ ചേർത്ത് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ശരിയല്ല. കാരണം എന്താന്ന് വെച്ചാ ഭാവിയില് മറ്റുള്ള പിള്ളേരെ ക്കാളും ഇപ്പൊ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്ന പിള്ളേരെക്കാളും ഉയർത്തിയെത്താൻ സാധ്യയില്ലേ മറ്റുള്ളവര്? ശരിയാണ്. ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് സംസാരിക്കണമെങ്കിൽ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്റെ ചെറുപ്പത്തില് ഞാനുമായിട്ടും കൊച്ചിനെ കമ്പയർ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പൊ അവളെക്കാളും ഉയരത്തിലാണല്ലോ ഞാന്. ഇപ്പോഴും ഞാൻ ആ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോ ആ കൊച്ചൊരു 4ലും ഞാനൊരു 5ലും ഒക്കെ പഠിക്കുന്ന സമയത്താ. ഇപ്പൊ ആ കൊച്ചിനേക്കാളും ഉയരത്തിലാണ് ഞാനെന്ന് ഇപ്പോഴും പറയാറുണ്ട്. കാരണം എന്റെ മനസ്സിൽ എന്തെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് തിരിച്ചു ചോദിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞതിന് തിരിച്ചു മറുപടി കൊടുക്കും എന്നുള്ളൊരു നേച്ചറാ എന്റേതാ. അപ്പൊ ഞാൻ ഇപ്പോഴും അന്ന് ചെറുപ്പത്തിലായിരുന്നു അതെങ്കിലും ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പൊ നോക്ക് അവൾ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, ഇപ്പൊ നോക്ക് നിങ്ങൾ എന്നെ കളിയാക്കിയില്ല, ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു ദിവസം പോലും വിടാതെ ഞാൻ ചോദിക്കാറുണ്ട്. കമ്പാരിസൺ കൊണ്ട് ഇതൊക്കെ വ്യത്യാസം ഉണ്ടായില്ലേ, ഇതേ രക്ഷപ്പെട്ടത്. അതെ, ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട്. പണ്ട് അത് ആ കൊച്ചു 4ലും ഞാൻ 5ലും പഠിക്കുമ്പോഴായിരുന്നു എങ്കിലും ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഹിത. ഓക്കെ, to help them in attaining social and emotional maturity. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം? To help them attain social and emotional maturity. ഒരു അധ്യാപകരും അതുപോലെ പാരന്റ്സ് എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ത് കുട്ടികൾക്ക്? ഇമോഷണൽ മെച്യൂരിറ്റി. എന്താണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാല്? സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി സാമൂഹികപരവും വൈകാരികവും സാമൂഹികപരവും വൈകാരികപരവും എന്താണ് സാമൂഹികപരവും വൈകാരികപരവും? എന്താണ് മെച്യൂരിറ്റി? ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാല് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരുടെ ഇമോഷൻസ് അല്ലെ, അവർക്ക് പല രീതിയിൽ ഇമോഷൻസ് കടന്നു പോകുന്ന കുട്ടികളാണ് അല്ലെ. അപ്പോ സോഷ്യലി, അതായത് എന്താണ് സാമൂഹ്യപരമായിട്ടും അതുപോലെ എന്താണ് വൈകാരികപരമായിട്ടും അവരുടെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്ന കുട്ടികളാണ്. ഇപ്പൊ എന്തും ഹാൻഡിൽ ചെയ്യാനായിട്ട്, എന്തും സ്വീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും അതിനെ തിരിച്ചുവിടാനുള്ളൊരു എന്താണ് ആ ഒരു കഴിവ്, മെച്യൂരിറ്റി, പക്വത കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? അധ്യാപകരാണ് അല്ലെ. ഇമോഷണലി അവർ സ്റ്റേബിൾ ആയിരിക്കണം. എന്ത് ഇമോഷൻസ് വന്നാലും അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് അത് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അധ്യാപകനാണ് അത് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അധ്യാപകരും അതുപോലെ തന്നെ എന്താണ് പാരന്റ്സും. നിങ്ങളിപ്പോ കുട്ടികളെ പുറത്തേക്ക് പോകുന്ന സമയത്ത് പറയാറില്ലേ, അച്ഛനമ്മ പുറത്തേക്ക് പോകണമെന്ന് നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം, അല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയത്ത് കൈവിടാൻ പാടില്ല, ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളോടൊന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ. പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? മിസ് എന്താ പറഞ്ഞത്? കേട്ടി. കുട്ടികള് പുറത്തു പോകുന്ന സമയത്ത് നമ്മള് കുട്ടികളോട് പറയുന്നു, പുറത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട്. എന്താണ് പലതരത്തിലുള്ള നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്താണ് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അല്ലെ. പുറത്ത് എന്താണ് പല ടൈപ്സ് ഓഫ് ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക, പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പൊ എന്താണ് കുട്ടികളെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? പറയാറില്ല, ആരെങ്കിലും അറിയാത്തവര് മിഠായി തന്നാല് വാങ്ങരുത് എന്നൊക്കെ പറയലില്ലേ അവരോട്? അതേപോലെ അറിയാത്ത ആൾക്കാരെ വണ്ടിയിലൊക്കെ കേറൂലേ? അതാണ് ഇപ്പൊ ഒരു സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ ആളെ വീട് എവിടെയാണൊക്കെ ചോദിച്ചിട്ട് ഒക്കെ അടുത്ത് വണ്ടി നിർത്തിയിട്ടൊക്കെ ഇതാക്കണതൊക്കെ കഥകളൊക്കെ ഇപ്പൊ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവിടെ പേടിക്കാതെ, നിങ്ങൾ പതറാതെ അല്ലെ, ധൈര്യമായിട്ട് തന്നെ ആയിരിക്കണം ആ സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കും അല്ലെ. ഒരിക്കലും പേടിക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു ക്രിയേറ്റീവായിട്ട് എന്താ വരുന്നത്? അവർ ഇമോഷണലി മെച്ചുവേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ.
അവർക്കത് തരണം ചെയ്യാനുള്ള പവർ നമ്മൾ അധ്യാപകരും അതുപോലെ തന്നെ പാരന്റ്സും കൊടുക്കുകയാണ്. നമ്മളെ പോലെ അത് അറിയത്തില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടാവും കുട്ടികൾക്ക് അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പക്ഷെ അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അവരൊരിക്കലും അത് ക്യാച്ച് ചെയ്യില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അവരത് ക്യാച്ച് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അവരിൽ പക്വത ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ ഒരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി കുട്ടികൾ കൈവരിക്കുക എന്നുള്ളത് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, ഇപ്പൊ ഇമോഷണലി അല്ലെങ്കിൽ എന്താണ് ഒരു പക്വത ഇല്ലാത്ത കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഓരോ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഓരോ കുട്ടികൾ സൂയിസൈഡ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടുന്നത്. ഓക്കെ, ടൂറിന് വിടാത്തോണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തല്ലോ. ടൂറിന് വിടാത്തോണ്ട്. ഓക്കെ, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. എന്താണ് ഇമോഷണലി മെച്ചുവേർഡ് ആയിരിക്കില്ല. അപ്പൊ അതിനുള്ള അവസരങ്ങൾ അങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് നമുക്കത് മനസ്സിലാവും, ആ കുട്ടി ഒട്ടും ഓക്കെ അല്ലാന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്താണ്, ആ കുട്ടിയെ കുറച്ചുകൂടി കെയർ ചെയ്യുക, ആൾക്ക് വേണ്ട ഉപദേശങ്ങൾ അഡ്വൈസസ് പറഞ്ഞു കൊടുക്കുക, ആളൊന്ന് പ്രമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ പാരന്റ്സിന് അത് പറ്റുന്നതായിരിക്കില്ല, പക്ഷെ നമ്മൾ അധ്യാപകര്, പാരന്റ്സിന് പറ്റിയില്ലെങ്കിൽ എന്താണ് അധ്യാപകർ എന്ന നിലയിൽ എന്താണ് നമ്മളാണ് ആ കുട്ടിയെ നന്നായിട്ട് മോൾഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ, ആളെ കോൺഫിഡന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നതാണ് നമ്മള് അധ്യാപകർ തന്നെയാണ്. അതേപോലെ എന്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു മിസ്സേ, ആ കുട്ടിക്ക് ഫുള്ള് എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്കാണ് ഉണ്ടാവുക. അപ്പം ഒരു സബ്ജക്റ്റിന് 10th പഠിക്കുമ്പോട്ടോ ഒരു സബ്ജക്റ്റിന് SS മാത്രം ആ കുട്ടിക്ക് ഒരു മാർക്കേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോ ആ കുട്ടി ക്ലാസ്സിലിരുന്ന് ഭയങ്കര കരച്ചിലാ. അപ്പൊ എത്ര പറഞ്ഞിട്ടും ആ കുട്ടി കരച്ചിൽ നിർത്തുന്നേ ഇല്ല. എന്നുവെച്ചാൽ ഒരു മാർക്കിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി കരയണത്. എന്താ വെച്ചാൽ അത്രയും കാലം ആ കുട്ടിക്ക് ഫുൾ മാർക്ക് മാത്രമേ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒരു മാർക്ക് കുറഞ്ഞതിന് അന്ന് കരയുന്നത് കണ്ടിട്ട് ഇപ്പോഴും എനിക്ക് അത്ഭുത, ഇപ്പോഴും ആലോചിക്കുമ്പോ. പോയിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ. അത് അവർക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, then to be delicate in behavior towards them. To delicate the behavior towards them. എന്താണ് delicate behavior? കുട്ടികളോട് നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യേണ്ടത്? സൂക്ഷ്മത നല്ല രീതിയിൽ പെരുമാറുക. യെസ്, കുട്ടികളോട് കുറച്ചും കൂടി നമ്മൾ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ മൃദുലമായിട്ടൊക്കെ ആയിരിക്കണം സംസാരിക്കണം. റാഷായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കട്ടിയുള്ള കട്ടി വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ ഒരിക്കലും നമ്മൾ എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. എന്താണ് അസ്ന? ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക, അല്ലെ, അവരോട് ലവ് ആൻഡ് കെയർ കൊടുത്താൽ മാത്രമേ കുട്ടികള് എന്താണ് നമ്മളുടെ ഒരു ഇതിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഭയങ്കര ദേഷ്യത്തിലൊക്കെ പെരുമാറി കഴിഞ്ഞാൽ എന്താണ് ആ കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല, അവർക്ക് നമ്മളോട് കൂടുതൽ ദേഷ്യമായിരിക്കും തോന്നുന്നത്. അപ്പൊ ഒരിക്കലും കുട്ടികളോട് അധ്യാപകരായാലും ശരി പാരന്റ്സ് ആയാലും ശരി എന്താണ് നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് മറ്റുള്ള ദേഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ തീർക്കുന്നത് കുട്ടികളോടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മള് കുട്ടികളോട് പെരുമാറരുത്. എന്തൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, അത് കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ അവരോട് ബിഹേവ് ചെയ്യുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് അവരെ കൈകാര്യം ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്, വളരെ സെൻസിറ്റീവ് ആണ് അവരെ, അല്ലെ, അവർ വളരെ നിഷ്കളങ്കരായ കുട്ടികളാണ്. അവരെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, അവർ വളരെ സ്മൂത്ത് ആയിട്ട് വേണം നമ്മള്, വളരെ സ്വീറ്റ് ആയിട്ടാണ് അവരുടെ കുട്ടികളെ നമ്മള് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല, അതൊന്നുകൂടെ പറഞ്ഞു തരുമോ? എന്താണ് ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല, അതൊന്നുകൂടെ പറഞ്ഞു തരുമോ? ഇമോഷണൽ മെച്യൂരിറ്റി അതായത് കുട്ടികൾ എന്താണ് വൈകാരികമായിട്ട് അവര് പക്വത കൈവരിക്കണം, അല്ലെ, സോഷ്യലായിട്ടും അതുപോലെ തന്നെ വൈകാരികമായിട്ട് അവര് പക്വത കൈവരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്, അല്ലെ. അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റു ക്രൗഡഡ് ആയിട്ട് ഒരു പ്ലേസിൽ പോലും കുട്ടികൾക്ക് എന്താണ് ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ പോലും കുട്ടികൾക്ക് ചിലപ്പോ സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ എന്താണ് വിഷമമായ ഘട്ടങ്ങൾ ഏതെങ്കിലും എന്താണ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എന്താണ് ആൾ ഇമോഷണലി സ്റ്റേബിൾ ആണെങ്കിൽ എന്താണ് നമ്മൾ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇന്ന കാര്യങ്ങൾ വരും, ഇന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് കുഞ്ഞിനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താണ് ആ കുഞ്ഞിനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇമോഷണൽ മെച്യൂരിറ്റി ആണ് കുഞ്ഞിനെ ആദ്യമായിട്ട് നമ്മൾ
ഏറ്റവും കൂടുതൽ ആർജിച്ചു കുടിക്കേണ്ടത് അധ്യാപകരും പാരന്റ്സും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ തന്നെ നോക്കൂ, നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തല്ലേ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന സിറ്റുവേഷൻ വന്ന് അങ്ങനെ ചെയ്യണം മോനെ, ഇങ്ങനെ ചെയ്യണം മോനെ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ? നമ്മളാണ് അവർക്ക് ആ ഒരു പക്വത കൈവരിക്കാനുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളും ഒന്നും പറഞ്ഞു കൊടുത്തില്ല എന്നാണെങ്കിൽ എന്താണ് അവർക്ക് അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഈ സൂസൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അവർക്ക് അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കലുണ്ട്. അപ്പൊ ആ കുട്ടി സ്കൂളിൽ പോവൂല. സ്കൂളിൽ പോവൂല. എന്താന്നാ എന്നും പോവാന്നൊക്കെ പറയത്ര. പിന്നെ ആ ദിവസം ആവുമ്പോ ആ കുട്ടി പോവൂല. എന്നിട്ട് അങ്ങനെ അതിന്റെ ഞാൻ എന്ത് പറഞ്ഞാലും ആ കുട്ടി കേൾക്കും. അതിന്റെ ഉമ്മ എന്ത് പറഞ്ഞാലും ഭയങ്കര ദേഷ്യാണ്. അപ്പൊ ഉമ്മ എനിക്ക് വിളിക്കും, ടീച്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കേ, ടീച്ചർ പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താന്നറിയില്ല, എന്തൊക്കെ മെന്റലായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാ തോന്നുന്നത്. എന്നാലും പഠിക്കുകയൊക്കെ ചെയ്യും. CBSE ആണ്. അപ്പൊ ഇംഗ്ലീഷൊക്കെ നല്ല അറിയാം. പക്ഷെ മലയാളമാണ് ബാക്കില്. ആ ഒരു വിഷയം കൊണ്ടാണ് തോന്നുന്നത് കുട്ടി സ്കൂളിൽ പോവാത്തത്. ഞാൻ ജയിക്കുവോ അങ്ങനൊക്കെ ഒരു തോന്നലാണ് അതിന്. അപ്പൊ മലയാളം ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കുട്ടീനെ കൊണ്ട് സെന്റൻസുകളോ ഡെയിലി എഴുതിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഏത് ക്ലാസ്സിലാണ്? 9ാം? 9ാം ക്ലാസ്സിലാണ്. 16 വയസ്സായി. എന്തെങ്കിലും മെന്റലി പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ കൊറോണന്റെ ടൈമില് തുടങ്ങിയതാ അത്ര. കൊറോണന്റെ ഒക്കെ ആ ഒരു ടൈമില് തുടങ്ങിയതാണ്. ഒരുപാട് കുട്ടികൾ അങ്ങനെ ഇമോഷണലി ബാക്ക് പോയ കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ ആ കാറ്റഗറി വന്നതായിരിക്കും. പക്ഷെ അപ്പൊ എന്താണ്, ആ കുട്ടിക്ക് ഒരു നല്ല കൗൺസിലിംഗ് കൊടുക്കുവാണെങ്കിൽ ആളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ എന്താണ് പേരെന്താണ്? ഷഹദിയ എന്നാണോ? ഷഹദിയ മാക്സിമം പറഞ്ഞു കൊടുക്കുക. സൈദിക്ക് ഇപ്പൊ സൈക്കോളജിക്ക് പഠിക്കണല്ലേ? സൈദിക്ക് ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാലോ, മനസ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ. ഞാന് സൈക്കോളജിന്റെ ഡിപ്ലോമ പഠിച്ചതാണ്. ആണോ? ഇറ്റാണോ? കൗൺസിലിംഗ് സൈക്കോളജി. അപ്പൊ ആളെ കൗൺസിൽ ചെയ്ത് റെഡിയാക്കാൻ സഹായിക്കാൻ തന്നെ പറ്റും കേട്ടോ. പറഞ്ഞു കൊടുക്കുക മാക്സിമം. സഹദിയ ആദ്യം ചെയ്തത് ആൾക്ക് വേറെ മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം മാഡം. ആദ്യം അത് അന്വേഷിക്കുക. പിന്നെ നല്ല കോൺഫിഡൻസ്. ഒരു പ്രശ്നമില്ല, ആള് നല്ലതാണ്. നല്ല സ്വഭാവമാണ്. ആ ഉമ്മയും പറയും നല്ല സ്വഭാവമാണ്. പെട്ടെന്ന് എന്തോ പറ്റിയത്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല. ഞാൻ അവനോട് ചോദിക്കലുണ്ട്, ക്ലാസ്സിലുള്ള കുട്ടികളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം പറയും എന്താണ്, കുട്ടികൾ വലിയ ശരിയില്ല അങ്ങനൊക്കെ പറയും. അപ്പൊ എന്തെങ്കിലും കുഞ്ഞിന് മോശമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, തുറന്ന് പറയാൻ പറയാം. ഉമ്മച്ചിനോടോ സാരിനോടോ പറയാൻ പറയണം കേട്ടോ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാണ്. ഞാന് 2 വർഷം മുമ്പ് പഠിപ്പിച്ച ഒരു കുട്ടിയാണ്. അപ്പൊ പിന്നെ ആ ഉമ്മ എന്നെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇന്നും കൂടി ആ കുട്ടി ക്ലാസ്സിന് എടുത്തത്. പഠിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല ആൾക്ക്. ഇല്ല, ഞാൻ ക്ലാസ് എടുക്കുമ്പോ നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നല്ല സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വിളിച്ചിട്ട് പറയും, താങ്ക്സ് ഒക്കെ പറയും. ടീച്ചർ ക്ലാസ് എടുത്തതിന് ശേഷം എന്റെ കുട്ടിക്ക് ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ സ്കൂളിൽ പോവാൻ മടിയാണ് ഇപ്പോഴും. സ്കൂളിൽ ചെല്ലാത്ത ടീച്ചേഴ്സ് അന്വേഷിക്കുകയല്ലേ സ്കൂളിൽ ചെന്നില്ലാത്തോണ്ട്? അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നറിഞ്ഞ്. എന്താ കാട്ടണ, ഉമ്മ കൊറേ കരഞ്ഞോണ്ടൊക്കെ പറയും. തുറന്നു പറയാൻ പറ്റും, നമ്മളോട് തുറന്നു പറയില്ല. പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. കുറച്ച് മുമ്പ് ഒരു ഡോക്ടറെ സമീപിച്ചപ്പോ അവര് കുറച്ച് മരുന്നൊക്കെ കൊടുത്തത്ര. അപ്പൊ അത് കുടിച്ചിട്ട് പിന്നെ കുട്ടിക്ക് നീച്ച് നടക്കാൻ വയ്യാത്ത ഇതൊക്കെയാണ്. അപ്പൊ അതിനൊന്നും ആവശ്യം ഉണ്ടാവൂലല്ലേ? കൗൺസിലറിന്റെ അടുത്തേക്ക് പോകാൻ പറയുമ്പോ ആ കുട്ടി സമ്മതിക്കൂല അങ്ങനൊക്കെ പറഞ്ഞു. അത് നന്നായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നവർക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ആൾ ഓക്കെ ആവും. അതെന്തെങ്കിലും ചെയ്യണം കേട്ടോ. അത് ഭയങ്കര സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ്. പിന്നെ സ്കൂളിൽ പോകണില്ല എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രായത്തിൽ വീട്ടിലിരിക്കേണ്ടതല്ല, സ്കൂളിൽ പോകണം. എങ്കിൽ അവിടെ നിന്ന് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് കിട്ടാതെയാവും. ചിലപ്പോ അവന് കുറച്ച് നിങ്ങൾ നിർബന്ധിച്ചാണെങ്കിലും കൊണ്ടുവന്ന് വിടേണ്ടതാണ്. ചിലപ്പോ സ്കൂളിൽ നിന്ന് എവിടെന്നെങ്കിലും ബാഡ് ബിഹേവിയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളത് തുറന്നു പറയാൻ പഠിക്കും. പ്രത്യേകിച്ച് ആൺകുട്ടികളല്ല. ചെയ്യണ സമയത്തും ചില കുട്ടികൾ പറയൂല. എന്താ വെച്ചാൽ അവർ അറിഞ്ഞോണ്ടാണല്ലോ പറയുന്നത്. ഒരു പാരന്റ്സിനോട് പറയുമോന്നൊക്കെ ഉള്ള പേടി പറയാത്ത ഉണ്ടാവും. ഞാൻ ഒരുപാട് തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്.
നിങ്ങളെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ചൈൽഡ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അതെന്ന് പറയുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾ വായിച്ചിട്ട് വരണം. ഇത് ഒരു നാല് ഡിഫറെന്റ് ഏജസിലുള്ള കുട്ടികളുടെ അവരുടെ ലാംഗ്വേജിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ ഏജിലുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഒരു 23 വാക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഉണ്ടാവും. അപ്പൊ അതിൽ ആദ്യം എന്താണ് 6 month ഓൾഡ്, പിന്നെ വരുന്നത് 3 month, 4 month. ഓക്കെ, 3 ഏജസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ മാസത്തിൽ അവരവരുടെ ലാംഗ്വേജിൽ ആ കുട്ടി പറയുന്നത് പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നിങ്ങൾ വായിച്ചിട്ട് വരണം. എന്നിട്ട് ഞാൻ ചോദിക്കാം, ഓരോ ഏജിന്റെ കാര്യം ചോദിക്കുമ്പോ അത് നിങ്ങളത് പറഞ്ഞാൽ മതി കേട്ടോ. മനസ്സിലായോ? അത് 3 ഏജ് കാറ്റഗറിയിലെ കുട്ടികളുടെ അവരെങ്ങനെയാണ് അവരുടെ ലാംഗ്വേജിൽ അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഐ ആം 6 month ഓൾഡ്. 6 month പ്രായമുള്ള കുഞ്ഞ്, അത് അവരുടെ ലാംഗ്വേജിൽ അവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കുഞ്ഞ് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. 6 month ഉള്ള കുഞ്ഞ് പറയോ ഐ ആം 6 month ഓൾഡ് എന്ന് പറയോ? ഓക്കെ. അപ്പൊ ആ കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിലുള്ള കുറച്ച് കാര്യങ്ങള് ഇങ്ങനെ വേർഡ്സ് പോലെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങൾ വായിച്ചിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ കേട്ടോ. ഓക്കെ. ഏജ് കാറ്റഗറി ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. 6 month കൊടുത്തിട്ടുണ്ട്, പിന്നെ 3 years, then 4 years. വായിക്കുമ്പോ മനസ്സിലാവും എന്താണുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ നോക്കിയിട്ട് വരണം. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. മിസ്